Hello everyone, welcome to Expert Can Corporate Training and Consulting. നമ്മൾ സംസാരിക്കുന്നത് എക്സലിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോമുലയായ VLOOKUPനെ കുറിച്ചാണ്. അപ്പം VLOOKUP എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ടേബിളിൽ നിന്ന് നമ്മൾ അതിൻ്റെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫോമുലയാണ് VLOOKUP. അപ്പം ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടേബിൾ കാണാം. ഇതിൽ ഫസ്റ്റ് ടേബിൾ ഞാൻ സോഴ്സ് ടേബിൾ എന്ന് വിളിക്കുന്നു. രണ്ടാമത്തത് നമുക്കിനി ഫില്ല് ചെയ്യാനുള്ള ടേബിളാണ്. അപ്പം ഇവിടെ ടീമുണ്ട്. ടീമിൻ്റെ രണ്ട് ടീം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലാസിയോ ഉണ്ട്, ഉണ്ട് ബയേൺ ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് അറിയേണ്ടത്, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഈ ടേബിൾ ഫില്ല് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഇവിടെ നമുക്കിനി കൺട്രി അറിയാം. ലാസിയോ എന്ന് പറയുന്ന ഒരു ടീം ഏത് രാജ്യത്തു നിന്ന് വരുന്നതാണ്. അപ്പം അതിനു വേണ്ടി നമ്മൾ VLOOKUP ഉപയോഗിക്കും. VLOOKUP. അപ്പം ഫോമുല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫോമുല സെലക്ട് ആവും. അപ്പം ആദ്യം ചോദിക്കുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പം ഏത് ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് ലാസിയോ എന്ന് പറയുന്ന ഈ ടീമിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. കോമ ഇട്ട് കഴിഞ്ഞാൽ അടുത്തത് ചോദിക്കുന്നത് ടേബിൾ. ഏത് ടേബിളിലാണ് നമ്മൾക്ക് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ സോഴ്സ് ടേബിൾ സെലക്ട് ചെയ്ത് കൊടുക്കും. കോമ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം കോളം ഇൻഡെക്സ് നമ്പറാണ്. നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിൽ എത്രാമത്തെ കോളത്തിലാണ് നമ്മൾക്ക് വേണ്ട ഡാറ്റ ഉള്ളത്. അപ്പം നമുക്ക് വേണ്ട ഡാറ്റ എന്ന് പറഞ്ഞാൽ അത് ഏത് കൺട്രിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കണം. സോ അത് കോളം നമ്പർ 2 ആണ്. ഇനി വീണ്ടും കോമ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം അപ്രോക്സിമേറ്റ് മാച്ച് ആണോ വേണ്ടത് അല്ലെങ്കിൽ എക്സാക്ട് മാച്ച് ആണോ വേണ്ടത്. നമുക്ക് എക്സാക്ട് മാച്ച് വേണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പോൾ നമുക്ക് ലാസിയോ എന്ന് പറഞ്ഞ ടീം ഇറ്റലിയിൽ നിന്നാണെന്ന് മനസ്സിലാകും. ഇനി നമുക്ക് ഇതേ ഫോമുല താഴോട്ട് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ ബയേൺ ഏത് രാജ്യത്തു നിന്നുള്ള ടീമാണെന്ന് മനസ്സിലാവും. അപ്പം ഇതേപോലെ ഒരു ടേബിളിൽ നിന്ന് ഇൻഫോർമേഷൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് VLOOKUP ഫംഗ്ഷൻ.